പ്രാഗിൽ നിന്നും മെട്ടേകാലിന് റയാനെയർ ഫ്ലൈറ്റ് പിടിച്ച് നേരെ റോം ചിയാംപിനോ എയർപോർട്ടിന്റെ മുറ്റത്ത് വന്നിറങ്ങുമ്പോൾ സമയം 10 മണി. ആദ്യം അതിന്റെ മുന്നിലെ ബസ് സ്റ്റേഷനിൽ സമാധാനമായിട്ട് ഇരുന്ന് എന്റെയും കൂടെയുള്ളവരുടെ മൊബൈലിൽ ടിക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് 3 ദിവസത്തേക്കുള്ള ട്രാവൽ പാസ് പർച്ചേസ് ചെയ്തു. എന്തായാലും ഒരു അരമുക്കാൽ മണിക്കൂർ അങ്ങനെ പോയി. ഇനിയിപ്പോൾ സിറ്റി സെന്റർ ആയിട്ടുള്ള ടെർമിനൽ സ്റ്റേഷനിലേക്ക് ബസ് കയറണം. ടെർമിനലിലേക്ക് എയർലിങ്ക് ബസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഓടുന്നുണ്ടെങ്കിലും നമ്മുടെ അടുത്ത ട്രാവൽ പാസ് അതിൽ ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ട് ATSന്റെ 520 അല്ലെങ്കിൽ 720 ബസ് വരാൻ പിന്നെയും കാത്തൊരു അരമുക്കാൽ മണിക്കൂർ. 520 ബസ്സിൽ കയറി. ഈ ബസ് പക്ഷേ നേരെ ടെർമിനലിലേക്കല്ല. സോ സിനെസിറ്റ സ്റ്റോപ്പിൽ വന്നിറങ്ങി തൊട്ട് മുമ്പ് തന്നെ മെട്രോ സ്റ്റേഷനാണ്. മെട്രോ പിടിച്ച് നേരെ റോമ ടെർമിനൽ എത്തി. വന്നിറങ്ങിയതും 12 മണി കഴിഞ്ഞിരുന്നു. സോ ആദ്യം തന്നെ മാപ്പിൽ തിരഞ്ഞപ്പോൾ അടുത്ത് 1 കിലോമീറ്റർ മാറി ഇന്ത്യൻ റെസ്റ്റോറന്റ് കണ്ടു. അവിടെ നിന്ന് ലഞ്ച് കഴിച്ച് അടുത്ത് കുറച്ച് സിറ്റി കാണാനായിരുന്നു പ്ലാൻ. പക്ഷേ ഇവിടുത്തെ ചൂടിൽ ചെറുതാണെങ്കിലും ബാഗും തൂക്കി നടന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വറുത്തെടുത്ത പോലെയാവും. സോ 3:30 ചെക്ക് ഇൻ ടൈമുള്ള 2 കിലോമീറ്റർ മാറിയുള്ള റൂമിലേക്ക് പതുക്കെ നീങ്ങാൻ തീരുമാനിച്ചു. Booking.comൽ ബുക്ക് ചെയ്ത റൂമിന്റെ ലൊക്കേഷനൊക്കെ കുറെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് വന്നപ്പോഴും 1 മണിക്കൂർ നേരത്തെ എത്തിയത് കാരണം അവിടെയും പോസ്റ്റ്. കുറെ നേരം ഫുട്പാത്തിൽ വെയിറ്റ് ചെയ്ത് ടൈമായിട്ടും ഗേറ്റ് തുറക്കുന്നത് കാണാൻ ഹോസ്റ്റിനെ കോൾ ചെയ്തപ്പോൾ നോ ഇംഗ്ലീഷ്, ഉള്ളി ഇറ്റാലിയാനോ. അങ്ങനെ വാട്സപ്പിൽ ടെക്സ്റ്റ് ചെയ്ത് പുള്ളി അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വന്നപ്പോൾ റൂം അറേഞ്ച്മെന്റ് നടക്കുന്നുള്ളൂ, 5 മണി വരെ വെയിറ്റ് ചെയ്യണമെന്ന്. പെട്ടെന്ന് ചെക്ക് ഇൻ ചെയ്ത് ഇന്ന് കുറച്ച് കറങ്ങാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അതിന് എന്താവും എന്തോ. എന്തായാലും 4:15 ആയപ്പോഴേക്കും ആരും കണ്ടില്ല. ആരോ എവിടെ ഇരുന്ന് റിമോട്ട് കൺട്രോളിലുള്ള ഗേറ്റ് തുറന്നു തന്നു. 4th ഫ്ലോറിൽ അപ്പാർട്ട്മെന്റിന്റെ മുന്നിലെത്തിയപ്പോഴും ആരും കണ്ടില്ല. പക്ഷേ മെയിൻ ഡോർ തുറക്കാനുള്ള പാസ് കീ വാട്സപ്പ് വഴി അയച്ചു കിട്ടി. അകത്ത് കയറിയതും 3 റൂമുകളും ഒരു കോമൺ കിച്ചൺ അടങ്ങുന്ന അപ്പാർട്ട്മെന്റിന്റെ 3 റൂമിന്റെയും ചാവികൾ ഹാളിൽ തൂക്കിയിട്ടുണ്ടായിരുന്നു. അതിന്ന് 422 റൂമിന്റെ ചാവി എടുത്തോളാൻ മെസ്സേജ്. കൂട്ടത്തിൽ വൈഫൈന്റെ പാസ്വേഡ് അയച്ചു തന്നു. അത് കഴിഞ്ഞ് അടുത്ത മെസ്സേജ് റൂമിന്റെ ബാലൻസ് എമൗണ്ട് ഇന്നോ നാളെയോ ആയിട്ട് പേ ചെയ്യണമെന്ന്. നമ്മളിപ്പോൾ കുറച്ച് കാഴ്ച കാണാൻ പുറത്തേക്ക് പോവാണ്. നാളെ നേരത്തെ പോയി നേരം വൈകി വരുള്ളൂ. ആരെങ്കിലും വന്നാൽ ഇപ്പം തന്നെ തരാമെന്ന് ഞാൻ ടെക്സ്റ്റ് ചെയ്തപ്പോൾ എന്നാൽ കിച്ചണിൽ എവിടെയെങ്കിലും വെച്ച സ്ഥലം ഫോട്ടോ വെച്ചിട്ട് പോയിക്കോളി, സ്റ്റാഫ് ഇപ്പോൾ ബിസിയാണ്, പിന്നെ വന്ന് എടുത്തോളൂന്ന്. ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ചേഞ്ച് നമ്മൾ അറേഞ്ച് ചെയ്തോളാമെന്നും പറഞ്ഞു. എല്ലാം ഒരു വിശ്വാസത്തിന്റെ പുറത്തെ പരിപാടികളാണ്. പുറത്തിറങ്ങി കറങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ചേഞ്ച് വെച്ചതിന്റെ ഫോട്ടോ വന്നു. പകല് കൂടുതലുള്ളതുകൊണ്ട് കുറച്ചധികം നേരം വൈകിയാലും പ്ലാൻ ചെയ്തെല്ലാം കണ്ട് രാത്രി തിരിച്ചെത്തി. അപ്പാർട്ട്മെന്റിലുള്ള സ്കാലോ സാൻ ലോറൻസോ സ്ട്രീറ്റിന്റെ 1 കിലോമീറ്റർ മാറി മലയാളികൾ നടത്തുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റും കണ്ടുപിടിച്ച് ഫുഡും കഴിച്ച് റൂമിൽ വന്നപ്പോഴത്തേക്കും ബാലൻസ് കിട്ടി. റൂമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ നേരിട്ട് കണ്ടു കിട്ടിയില്ല. ചെക്കിന് ഇത്തിരി വൈകിയാലും ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആയതുകൊണ്ട് നമുക്ക് വേറെ പരാതിയില്ല.